നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കമന്റുകളും എല്ലാം വീഡിയോയുടെ രൂപത്തിലും എല്ലാം തന്നെ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഗുരുവായൂർ വെച്ച് വിവാഹിതയായത്. വിവാഹത്തെ രാഷ്ട്രീയവൽക്കരിച്ചും അല്ലാതെയുമുള്ള കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. ഒരു വിവാഹം ഇത്രയും ചർച്ചയാകാനുള്ള കാരണം അത് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ വരവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനങ്ങളെല്ലാം തന്നെ ഇവിടെ ചർച്ചയാവുകയാണ്. അതിനിടയിൽ ചില രാഷ്ട്രീയങ്ങളും ഈ വിവാദങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചാൽ ചില രസകരമായിട്ടുള്ള സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വാർത്ത പറയാം. ഇത്രയും വലിയ തിരക്കിനിടയിൽ ഷാൾ ഐ ടേക്ക് എ സെൽഫി സാർ എന്നൊരു ചോദ്യം. സംഭവം ആളെ ആദ്യം കണ്ടില്ല. എവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം ഉയർന്നതെന്ന് ധൃതി പിടിച്ച് പോകുന്നതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് കണ്ടില്ല. തൃപ്രയാർ ശ്രീരാമക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടക്കത്തിൽ പടിഞ്ഞാറേ നടപ്പുരയിൽ നിന്ന് മോദിയും സംഘവും പുറത്തിറങ്ങുമ്പോഴാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ശബ്ദം കേട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം ഒന്ന് ഞെട്ടിയത്. ശ്രദ്ധ തിരിക്കാതെ മോദി താൽക്കാലിക വിശ്രമ സ്ഥലത്തേക്ക് നടന്നു. പിന്നെ വസ്ത്രം മാറിയ ശേഷം മോദി തിരിച്ചു നടന്നു. കൂടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ കാറിൽ കയറാൻ അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹം ആദ്യം അത് ചെവി കൊണ്ടില്ല. നടന്നു വന്ന് ക്ഷേത്രനടയുടെ സമീപത്തെത്തിയ മോദി വിദ്യാർത്ഥിയായ വിഷ്ണുറാം നമ്പീശനെ തിരിച്ചറിഞ്ഞു. ക്യാ ചാഹിയേ തുംകോ, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് മോദി തിരിച്ച് ചോദിച്ചു. സെൽഫി സാർ, അവൻ പറഞ്ഞു. എടുത്തോളാൻ മോദിയുടെ അനുമതി. എന്നാൽ വിഷ്ണുറാം മാത്രമേ സെൽഫി എടുക്കാവൂ എന്ന് മോദി പറഞ്ഞു. അങ്ങനെ വിഷ്ണുറാം തന്റെ മൊബൈലിൽ സെൽഫി പകർത്തി. ഇതിനുശേഷം 5 മിനിറ്റോളം വിഷ്ണുറാമുവിനോടും തൊട്ടടുത്ത് നിന്ന പിതാവ് രാജുവിനോട് വിശേഷങ്ങൾ ആരാഞ്ഞാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മടങ്ങിയത്. തൃപ്രയാർ ക്ഷേത്രനടയുടെ സമീപമുള്ള ലക്ഷ്മി കഫേ നടത്തുകയാണ് പുഷ്പകത്ത് ലക്ഷ്മി സദനത്തിലെ രാജു നമ്പീശനും ഭാര്യ പ്രീതയും. ചന്ദ്രാപിന്നി VHSS സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് വിഷ്ണുറാം. ഏതായാലും വിഷ്ണു ഹാപ്പിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അല്പനേരമെങ്കിലും തനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വിഷ്ണു. മാത്രമല്ല, വിഷ്ണു എടുത്തിരിക്കുന്ന ചിത്രം, ഈ ഒരു സെൽഫി, ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ തന്നെ വൈറലാണ്. ഈ സ്ഥാനത്ത് പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ കടക്ക് പുറത്ത് എന്ന് സ്നേഹത്തോടെ അനുഗ്രഹിച്ചേനെ, പയ്യന്റെ ഷാളും വില്ലും ഒക്കെ പകച്ചുപോയേനെ എന്നൊക്കെയാണ് ചില കമന്റുകൾ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ വരുന്നത്. അതുപോലെ ആദ്യ ദിവസം അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ റോഡ് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലും ഒരു കലാകാരൻ താൻ മരത്തിൽ കൊത്തിയെടുത്ത മോദിയുടെ ചിത്രം കൊടുക്കാനായിട്ട് ശ്രമിച്ചതും വൈറലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം വഴിയോരത്ത് അത് ഉയർത്തിപ്പിടിച്ച് ഉറക്കെ മോദിജി മോദിജി എന്ന് വിളിക്കുകയും ഉടൻ തന്നെ മോദിയുടെ ശ്രദ്ധയിൽ അത് പെടുകയും അദ്ദേഹം തന്റെ ഒപ്പം നടക്കുന്ന ഗാർഡുമാരോട് അത് വാങ്ങാനായി പറയുന്നതും കാണാം. ഉടൻ തന്നെ SPG കമാൻഡോസ് അവിടേക്ക് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചിത്രം വാങ്ങിയിട്ട് അത് വാഹനത്തിലേക്ക് വെക്കുന്നതെല്ലാം തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു 2 സംഭവങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. BJP കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തൃശ്ശൂരിൽ എത്തിയതോടെ അത് വ്യക്തമായതായിരുന്നു. മോദി ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിലും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക കൂടി ചെയ്തതോടെ തൃശ്ശൂരിനെ BJP നൽകുന്ന പ്രാധാന്യം കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി പങ്കെടുത്ത റോഡ് ഷോയും മോദി ഗ്യാരണ്ടി ഉറപ്പാക്കിയുള്ള പ്രസംഗമെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞത് വികസന രാഷ്ട്രീയമായിരുന്നു. തൃശ്ശൂരിൽ പിറന്ന മോദി ഗ്യാരണ്ടി മുദ്രാവാക്യമാണ് BJP ഏറ്റുപിടിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള പദ്ധതികൾ അക്കമിട്ട് അദ്ദേഹം നിരത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരികൊളുത്തുകയാണ് നരേന്ദ്രമോദി ഇതോടുകൂടി ചെയ്തിട്ടുള്ളത്. 2014 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സൗഹൃദ പദ്ധതികൾ മോദി ഗ്യാരണ്ടിയാണെന്ന് മലയാളത്തിൽ ആവർത്തിച്ച് സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിടുകയായിരുന്നു മോദി. ഏതായാലും ഇപ്പോൾ വന്ന് പോയിട്ട് ഉള്ള ഒരു കോളിളക്കത്തിന്റെ ഒരു ഹാങ് ഓവറിലാണ് കേരളം. അതെല്ലാം എത്രത്തോളം ഇനി തുണയ്ക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്.